മനസ്സിലായിട്ടില്ലടാ. അതാ മനസ്സിലാവായ്മ ഞാൻ മുതലാക്കിക്കൊണ്ടിരിക്കുക. അതാ നിന്നെ കണ്ടു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ അമ്പലത്തിന്റെ നടക്ക് പൂജാ സാധനങ്ങൾ വെക്കാൻ നിൽക്കുന്ന എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചേട്ടന്റെ ചായ ഉണ്ട്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു രാത്രി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു പോയൊരു രാത്രി, ആ രാത്രി പറയണം. പറഞ്ഞിട്ടൊന്നും ധ്യാൻ ചേട്ടൻ മാത്രമേ പടത്തിലുള്ളൂ. ധ്യാനിലൂടെ പടത്തിൽ അങ്ങനെ പറഞ്ഞ ഓക്കെ അല്ലേ? നിന്നിലൂടെ പടത്തിൽ. പിന്നെ അപ്പുണ്ട്. പിന്നെ അപ്പുണ്ട്. പ്രണവ്ചേട്ടന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ധ്യാനാണ് കൂടെ അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ സമയത്ത് ദുബായിൽ കാലങ്ങളിൽ നമ്മളെല്ലാം മിസ്സാവുകയും രാവിലെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിടിച്ചു കൊണ്ടുവരേണ്ടവരും ചെയ്യുന്നത്. ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല. ഇവരെ പൊടിയിട്ടാ പോലും കണ്ടിട്ടില്ല രാത്രി കാലങ്ങളിൽ. ഞങ്ങളുടെ റൂം ഞാൻ അവളുടെ റൂമിലും ഞാൻ എന്റെ റൂമിലും അവളുടെ റൂമിലും. ലതികയാണ് താൻ സ്വയം ദേവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിണറ്റിലേക്ക് ചാടിയത്. ചേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? അതിപ്പോ പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജുവേട്ടനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പലപ്പോഴും. നീയല്ല മിയ സിനിമയുടെ പേരാണോ? ആ പൃഥ്വിരാജിന്റെ കൂടെ ഒരു സിനിമ പറയൂ. ശരി, ഒരു ഓപ്ഷൻ തരാം. അനാർക്കലി, പുഴു, രാവണപ്രഭു. അനാർക്കലി ഇത് ഒരു പടത്തിലില്ലേ? സംഭവിക്കാറുണ്ടോ? പണ്ടത്രയും സംഭവിക്കാറുണ്ടോ? ഇയാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ കണ്ട എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ നാളെ വേറെ ആരെങ്കിലും കണ്ട വേറെ ആൾക്കാരോട് ഇല്ല. മറ്റേ ഈ പുഴ മറ്റേ അറബിക്കടലിനുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരട്ടെ? ആരാന്ന് പറയോ? ഇതേത് മാമനാ? ലാലേട്ടൻ എങ്ങനെയാ നടക്കുക? ചെരുപ്പിട്ടിട്ടാ നടക്കാം? അല്ലാണ്ട് ഇങ്ങനെ എന്തോ നടക്കുമല്ലോ, തോള് ചരിച്ച്. വേണുവിനെ കാണുമ്പോ കുറെ സ്ഥലത്ത് ശ്രീനിവാസൻ സാറാന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് അത് മുകേഷ് സാറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് അത് ജഗദീഷ് സാറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആരാന്ന് മനസ്സിലാവാത്ത പോലെ കുറെ എല്ലാരും ഞാൻ അഭിനയിച്ച ഒരു സിനിമ പറയടാ. ഒരെണ്ണം കൂടെ പറയടാ. നല്ലവനായ ഉണ്ണി. നല്ലവനായ ഉണ്ണി. പറഞ്ഞു വെച്ചതിൽ നിന്ന് തുടങ്ങണം. അഭിരാമി കുറെ നാളുകളായിട്ട് സിനിമയിലില്ലാതെ ഇപ്പൊ ലിഷന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ലിഷും സുരേഷ് ചേട്ടനും ബിജുവിനുള്ള സിനിമയിലേക്ക് വരുന്നു. അഭിരാമി ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കാതിരുന്ന എന്താണ്? പ്രേമാന്വേഷണം മാത്രം. ആര് വിളിക്കായിരുന്നു? സുരേഷ് തമ്മിൽ എന്റെ ഒരു സിനിമ. എനിക്ക് സിനിമ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വിളിക്കുന്നത് വോട്ടുണ്ടോ? കാണുമായിരിക്കും. ഓക്കെ, വോട്ടുണ്ട് എന്ന് വിചാരിച്ചോ? ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്? SFIയോ DYFIയോ? വടക്ക് വശത്ത് യുദ്ധത്തിന് എനിക്ക് 2000 പടയാളികൾ വേണം. പിന്നെ ഇത് എവിടെ കണ്ടു? ഇവിടെ ഞാൻ ഒരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്കോടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാനിവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്കോടാനുള്ള സ്ഥലമില്ല ബാഹു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്ക് ഇവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റുമോ? ചോദിക്കുന്നതിനൊക്കെ തർക്കുത്തരം പറഞ്ഞ മഹിഷ്മതിയുടെ ബ്ലൂ പ്രിന്റ് വന്നിട്ടുണ്ട്. നിനക്കത് വേണ്ടേ? അമ്മയായിട്ട് ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാം? ശരിയാണോ?
എനിക്കൊരു സംശയം. ഈ മുറിച്ചു മാറ്റിയ ആനക്കൊമ്പൊക്കെ എന്തോ ചെയ്യും? ചിലത് ഞങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അവിച്ചങ്ങ് തിന്നും. ചിലത് കപ്പ ഇല്ലാത്തപ്പോ കപ്പയുടെ ഫീർ ചെയ്യാ ഷാപ്പിൽ പോകും. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രേമിക്കാൻ നടക്കുന്ന ഒരു ദിനം നാളെ ഡയറി മിൽക്ക് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കടയിലുള്ള എല്ലാം, നമ്മുടെ നാട്ടിലുള്ള കടകളിലുള്ള എല്ലാ ഡയറി മിൽക്കും നമ്മൾ എന്താ പറയുക, ഒറ്റ കട വിടാതെ എല്ലാം ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ. കണ്ട അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറംലോകം അറിയുന്നില്ല. അത് മാധ്യമ സ്ഥാപനമായുണ്ട്, അവിടെ തന്നെ തീരുന്നു, അതിന്റെ ഉള്ളിൽ തീരുന്നു. എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നു. ഇനി നസീർക്കയുടെ 2 സിനിമ വേണ്ട അത് പറഞ്ഞിട്ട് പോയാ മതി. നീ ധൈര്യം നസീർക്കയുടെ ഒരു ഒറ്റപ്പെടം. റോഷാക്ക് കേശവ വീടിന്റെ മാവൻ. ഇല്ല, അത്രല്ലേ ഉള്ളൂ. നിഖിലേക്ക് ഇവിടെ ഒരു പുതിയ വീട് വെക്കണ്ടേ എറണാകുളത്ത്? വേണ്ട. എന്താ വീട്ടില് നിങ്ങൾക്ക് ഹോം ടൂർ ചെയ്യാനല്ലേ? അല്ല, മൈൽ സ്റ്റോണിൽ അവൻ ഇന്റർവ്യൂ എടുക്കായിരുന്നു, ഇവള് വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പൊ ജസ്റ്റ് കണ്ടു. ഞാൻ എന്തോ ഒരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആരുടെ ഫോട്ടോ ചോദിച്ചു? അല്ല, എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു. അപ്പൊ അത് ചോദിച്ചാണ്. ചിൽനെസ്, ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് എന്റെ 2 പേരൻസിനും, എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തിയമ്മയ്ക്കും എല്ലാം. 2 പേരൻസ് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും. 2 പേരൻസിന് ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയ്ക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇവർക്കൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്കറിയാതൊന്നും നടക്കാൻ സാധ്യതയില്ലല്ലോ. വിഷ് ടു ബി മോർ കാം, സൈലന്റ്, എല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്യുക. ആൾക്കാരെ കാണിക്കാനുള്ളത് കാണിക്കുക. ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് എൻ്റെ കരിയർ. എനിക്ക് അവിടെ കൂടെ എനിക്ക് വരുമാനം ഉള്ളൂ. അല്ലാതെ ഇയാളുടെ പോലത്തെ ബ്രെയിൻ ഒന്നും എനിക്കില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഒന്നും ചെയ്യാനുള്ള ബുദ്ധി ഒന്നും എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ശമ്പളവും കുറവ്. പേടിയോ? എനിക്കോ? എനിക്ക് എന്റെ മാമന്റെ ധൈര്യമല്ലേ കിട്ടിയേക്കുന്നേ. മാമന്റെ ഡ്രസ് ചെളി അരിപ്പിച്ച ആംബുലൻസ് ഡ്രൈവറിന്റെ മാമ എന്തോ ചെയ്യാന്നറിയോ? മണ്ട നോക്കിയല്ലേ ബ്ലീച്ച് കൊടുത്തു. അയ്യോ, എന്നിട്ട് അതേ ആംബുലൻസിൽ തന്നെ മാമനെ വീട്ടിൽ കൊണ്ടുപോയി കരച്ചില്ല. മനസ്സിലായോ? അതെന്തുവാ? തലയാട്ടി ശീലമില്ല, ഇതാ കുറച്ചുകൂടെ വഴക്ക. എവിടേക്കോ യാത്ര പോകുന്ന ഒരു സാധനമാണ് കാണുന്നത്. എങ്ങോട്ടാ പോകുന്നത്? വാരണാസി. വാരണാസി? അത് വാരണാസി അല്ല, കാശി. ഓക്കെ. എന്താ രണ്ടുമല്ല, ബനാറസ്. ബനാറസ്. ഓക്കെ. എവ്രിവേർ ഉണ്ട്. ഞങ്ങളും ഒരു ആൾ പെർമിറ്റ് ഇന്ത്യയിൽ അറിയാ. എവ്രിവേർ ഞങ്ങൾ അങ്ങനെ പോയിട്ടേ இருக்கும். എങ്ങനെയാ തഗ് ലൈഫ്? எனக்கு தமிழ் நல்லா தெரியும். நீங்க சொல்ற மலையாളം எனக்கு புரியல. എന്നുള്ള രീതിയിൽ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ്. കാരണം ഞാൻ ഇങ്ങനെ എന്നെ ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനാണല്ലോ, ആ ഒരു ലെവലിലൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെയല്ല, ബാക്കി എല്ലാരും കോൺട്രാക്ട് കൊടുത്താണല്ലോ. ഡോറ വിളിക്കട്ടെ എന്നാ? ഡോറ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഉണ്ടല്ലോ, വിളിക്കട്ടെ? ഡോറക്ക് ഫോണുണ്ട്. ഡോറ ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്. വിളിക്കാണേ. ഡോറ ഞാൻ നന്ദൂട്ടിക്ക് കൊടുക്കാവേ. നന്ദൂട്ടിക്ക് ഡോറ ഭയങ്കര ഇഷ്ടമാണേ. ഞാൻ കൊടുക്കാം. ഹലോ ഹലോ, നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയും. പിന്നെ നിങ്ങൾ കുറെ നേരമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നല്ലോ, അതെന്ത് പറ്റി? പുറത്ത് നിൽക്കുകയായിരുന്നല്ലോ എന്ന്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. ചേച്ചി പറഞ്ഞ തമാശ അവിടെ കിടന്ന് അളിയണു.